ഇന്ന് വികസനവും കേരളവും കപ്പലോട്ടങ്ങളും സാഹിത്യവും സ്വപ്നങ്ങളും ചിന്തകളും എല്ലാം ഇടകലർന്നിട്ടുള്ള ഒരു 45 മിനിറ്റാണ് ഞങ്ങളിവിടെ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തികച്ചും ഒരു തുറന്ന സംഭാഷണമാണ് ഇന്നിവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഞങ്ങൾ അതിനാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് ഞാൻ മിനിസ്റ്ററിനോട് ഫോണിലൂടെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് സംസാരിച്ച് പോകാം, അത്രേ ഉള്ളൂ എന്ന്. അപ്പോൾ യാതൊരു ചട്ടക്കൂടുകളും ഇല്ലാതെ ഒരു തുറന്ന സംഭാഷണത്തിനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളത് മാത്രം ആമുഖമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെ ആരംഭിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ മനോഹരമായിട്ടുള്ള കവിതകൾ കേട്ടാണ് നമ്മളിപ്പോൾ ഒരു സെഷൻ ഇവിടെ പൂർണ്ണമാക്കിയത്. വികസനത്തെക്കുറിച്ചും പ്രത്യേകിച്ചും വിഴിഞ്ഞത്തേക്ക് ഞാൻ എത്തിച്ചേർന്നപ്പോൾ ഒരു ചുമതല, ഒരു സൗഭാഗ്യം എന്ന നിലയിൽ എനിക്ക് ലഭിച്ചതുമായി ഞാൻ വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേർന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയത് ഒരു കവിതയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവികളിൽ ഒരാൾ, മാനസികമായ ഒരു ഗുരുസ്ഥാനീയനായി ഞാൻ നിർത്തുന്ന ഒരാളെന്നുള്ളത് അക്കിത്തമാണ്. അപ്പോൾ അക്കിത്തത്തിൻ്റെ മലവെള്ളം വന്നപ്പോൾ എന്ന് പറഞ്ഞ ഒരു കവിതയിലെ 2 വരിയുണ്ട്. കടലാസു തോണികളെ കടലാസു തോണികളെ കടലോളം പോയി വരുവിൻ കടലാസു തോണികളെ ആണ്. കടലാസു തോണികളെ കടലാസു തോണികളെ കടലോളം പോയി വരുവിൻ കടലാസു തോണികളെ തിരിയാതെ മറിയാതെ ഞെളിയാതെ പിരിയാതെ വിറയ്ക്കാതെ പോവും കപ്പൽ പട കണക്കെ. എന്താണ്? തിരിയാതെ മറിയാതെ പിരിയാതെ ഞെളിയാതെ വിറയ്ക്കാതെ പോവും കപ്പൽ പട കണക്കെ കടലാസു തോണികളെ കടലാസു തോണികളെ കടലോളം പോയി വരുവിൻ മലവെള്ളത്തിൽ. കടലോളം പോയി വരുന്നത് മലവെള്ളപ്പാച്ചിലാകുമ്പോൾ അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും കപ്പൽ പട കണക്കെ തിരിയാതെ ഞെളിയാതെ മറിയാതെ വിറയ്ക്കാതെ പോകുവാൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ഇന്ന് ചർച്ച ചെയ്യുവാൻ കൂടിയാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അതിനുള്ള കാരണം കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് മൈക്ക് കൈമാറും. സർ, നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം അസാധ്യമായ രീതിയിൽ ലോകത്തിൻ്റെ ഒരു എടുത്തുകാട്ടായി നിൽക്കുന്നുവെങ്കിൽ ഈ കവിതയിൽ പറയുന്നത് പോലെ തന്നെ ഒരു പക്ഷേ 10 വർഷങ്ങൾ മുമ്പ് നമ്മൾ ഈ തുറമുഖത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അന്ന് അത് ഒരു കടലാസു തോണിയായിരുന്നു. യഥാർത്ഥത്തിൽ 100 വർഷങ്ങൾക്ക് മുൻപ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയായിരുന്നെങ്കിൽ അന്നും അതൊരു കടലാസു തോണിയായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കരാർ ഒപ്പിട്ടു. 100 വർഷങ്ങൾക്ക് മുൻപ് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർ അന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ച കുറേയധികം സാങ്കേതിക വിദഗ്ധന്മാരും എഞ്ചിനീയർമാരുൾപ്പെടെ അവരിൽ 1-2 വ്യക്തികൾ ഇന്നും നമ്മോടൊപ്പമുണ്ട്. 100 വയസ്സ് തികഞ്ഞ 1-2 ചീഫ് എഞ്ചിനീയർമാർ ഇന്നും നമ്മോടൊപ്പമുണ്ട്. അന്ന് അവർ തയ്യാറാക്കിയ ഒരു രൂപരേഖയുണ്ടായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി. അതിൻ്റെ ആർക്കൈവ്സിൽ, നമ്മുടെ സർക്കാരിൻ്റെ ആർക്കൈവ്സിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ രേഖകൾ വരെ നമുക്കിന്ന് കയ്യിലുണ്ട്. അന്ന് എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ അവർ വിഭാവന ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ളതും അതിൻ്റെ ഡിസൈൻ സഹിതം നമുക്ക് കയ്യിലുണ്ട് ശരിക്കും. ഇനി 1000 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ പോവുകയാണെങ്കിൽ അതേ ഇടം രാജേന്ദ്ര ചോളപട്ടണം എന്നുള്ള നാമധേയത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് ചേര ചോള യുദ്ധത്തിൽ ഈ വിഴിഞ്ഞം തുറമുഖം ഏറ്റവും കാതലായ, ഏറ്റവും അമൂല്യമായിട്ടുള്ള വികസന സാധ്യതയുള്ള ഒരു തുറമുഖമായി അവർ കണ്ടിരുന്നു. അതിനു മുമ്പ് 1000 രാജാക്കന്മാരും പാണ്ഡ്യന്മാരും ഒക്കെയുള്ള ചരിത്രത്തിലും നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസന സാധ്യതകളെക്കുറിച്ച് വായിക്കാൻ സാധിക്കും. അതിനും മുൻപ് പോയാലും തമിഴിലെ സംഘം ലിറ്ററേച്ചറിൽ പോലും സംഘസാഹിത്യത്തിൽ പോലും ഇതിൻ്റെ പരാമർശങ്ങൾ കാണാനുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ കുറേ അധിക ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തിൻ്റെ
മൂല്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾ കണ്ടിരുന്ന ഒരു സ്വപ്ന സാഫല്യത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ആ നിൽക്കുന്നത് ഞാൻ ഈ കവിതയിൽ പറഞ്ഞതുപോലെ ഇത്രയും അധികം പ്രതിസന്ധികൾ നേരിട്ടിട്ടും ആ മലവെള്ളപ്പാച്ചിൽ, അതിൻ്റെ വാച്യാർത്ഥമാണെങ്കിലും വ്യംഗ്യാർത്ഥമാണെങ്കിലും രണ്ടും നമുക്ക് കേരളത്തിൽ ബാധകമാണ് മലവെള്ളപ്പാച്ചിൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത്രയധികം പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിട്ടും ഇച്ഛാശക്തിയോടുകൂടി തിരിയാതെ മറിയാതെ ഞെളിയാതെ പിരിയാതെ നമ്മൾ ഇന്ന് വികസനത്തിൻ്റെ ഒരു വാതായനം തുറന്നിരിക്കുകയാണ്. നമ്മുടെ മലയാളികൾക്ക് എന്ന് മാത്രമല്ല ഭാരതത്തിന് തന്നെ ഒരു വലിയ വഴിവിളക്കായി ഇന്ന് നിൽക്കുകയാണ് എന്നുള്ളത് സവിനയം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു ചർച്ചയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ കഴിഞ്ഞ പ്രാവശ്യം വിഴിഞ്ഞം തുറമുഖത്തിൽ എത്തിച്ചേർന്നപ്പോൾ സാറിൻ്റെ ഇതിന് മുൻപും വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം വന്നപ്പോഴുള്ള സാറിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും നമുക്ക് ആരംഭിച്ച് മറ്റ് വികസന സാധ്യതകളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. സാർ, എല്ലാവർക്കും നമസ്കാരം. യുവധാര ഈ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ബെന്യാമിനായിട്ടുള്ള സംസാരമായിരുന്നു. ആകെ ഇപ്പോൾ ഈ സാഹിത്യോത്സവങ്ങളിൽ മാത്രമാണ് അത്യാവശ്യം പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ അവസരം കിട്ടാറുള്ളത്. ഇത്തവണ എല്ലാവരും വിളിക്കുന്ന വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. യഥാർത്ഥത്തിൽ വികസനത്തിൻ്റെ കപ്പലോട്ടങ്ങൾ ശീർഷകം അത്ര സുഖമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം കപ്പലോട്ടങ്ങൾ എപ്പോഴും ആധിപത്യം ഉറപ്പിക്കാനുള്ള ഓട്ടങ്ങളാണ്, അല്ലേ ബെന്യാമിൻ? നമ്മുടേത് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഓട്ടമാണ്. നമ്മൾ ഒരേ അർത്ഥം തോന്നുന്ന വാക്കുകൾ വ്യത്യസ്തമായ അർത്ഥങ്ങളായിരിക്കും ഉൽപ്പാദിപ്പിക്കുക. ഇപ്പോൾ വികസനം, വളർച്ച രണ്ടും നമ്മുടെ വർത്തമാനങ്ങളിൽ ഒരേ അർത്ഥത്തിലാണ് സാധാരണ പ്രയോഗിക്കാറ്. ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് രണ്ടും രണ്ട് അർത്ഥമുള്ള വാക്കുകളാണ്. വളർച്ച വികസനത്തിനുള്ള മുന്നുപാധിയാണ്. എല്ലാ വളർച്ചയും എല്ലാവരുടെയും വികസനമാകണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പല സൂചകങ്ങളും എടുത്ത് പരിശോധിക്കുന്നത്. ഇവിടെ നമ്മുടെ വിഴിഞ്ഞംലേക്ക് ചർച്ച പൂർണ്ണമായിട്ടും കേന്ദ്രീകരിക്കാൻ വിസിലിൻ്റെ ഡയറക്ടർക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ആ ചൂണ്ടയിൽ കൊത്താനായി ഉദ്ദേശിച്ചല്ല ഇരിക്കുന്നത്. വിഴിഞ്ഞത്തിൻ്റെ ഡയറക്ടറും സാംസ്കാരിക ഡയറക്ടറും ഒരാളായതിൻ്റെ സൗന്ദര്യം അവരുടെ ആമുഖ അവതരണത്തിൽ നമ്മളെല്ലാവരും ദർശിക്കുകയുണ്ടായി. ഈ യഥാർത്ഥത്തിൽ ആ കവിതയിൽ അക്കിത്തം പറയുന്നത് കടൽ വരെയാണ് ഈ കടലാസ് വഞ്ചികൾക്കുള്ള ആയുസുള്ളൂ എന്നുള്ളതാണ്. കടലിന് അപ്പുറത്ത്, കടലിനകത്തേക്ക് കയറാൻ പറ്റില്ല ഒരിക്കലും കടലാസ് വഞ്ചികൾക്ക്. നമ്മൾ ജീവൻ നൽകുന്നപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ശരിയാണ്. ഈ വികസനം കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയുടെയും വികസനത്തിൻ്റെയും ഒരു കാഴ്ചപ്പാട് അത് ഇൻക്ലൂസീവാണെന്നുള്ളതാണ്, എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. അതിപ്പോൾ ഞങ്ങൾ വ്യവസായ വൽക്കരണത്തിൽ അത് തന്നെയാണ്. വളരെ നാനോ, മൈക്രോ, സ്മോൾ, മീഡിയം തുടങ്ങി എല്ലാ പ്രദേശങ്ങളെയും ഒരേപോലെ ചേർത്ത് വച്ചിട്ടുള്ള വികസന കാഴ്ചപ്പാടാണ്. അതിൽ വിഴിഞ്ഞത്തിന് വലിയ സംഭാവന ചെയ്യാൻ കഴിയുമെന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും വിഴിഞ്ഞത്ത് പോയിരുന്നു. അപ്പോൾ വിസിലിൻ്റെ ഡയറക്ടറും അതുപോലെ മറ്റെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. വിഴിഞ്ഞത്തിൻ്റെ സാധ്യത കപ്പലുകൾ വരുന്നതെന്ന് മാത്രമല്ല, ഇപ്പോൾ കപ്പലേ വരുന്നുള്ളൂ. നമ്മളിപ്പോൾ അവിടെ ഏകദേശം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസൾട്ടൻറ്റിനെ വെച്ചിട്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് മാനുഫാക്ചറിങ് ഏരിയ, മാനുഫാക്ചറിങ്ങിൽ തന്നെ റോബോട്ടിക്സ് എവിടെ, മെഡിക്കൽ ഡിവൈസ് എവിടെ, ഇലക്ട്രോണിക്സ് എവിടെ, അങ്ങനെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളൊരു പ്ലാനിങ് വിഴിഞ്ഞത്തെ ആധാരമാക്കി നടത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഉള്ളൊരു സാധ്യത, ഇപ്പോൾ ബോംബെ അല്ലെങ്കിൽ വേറെ ഏത് തുറമുഖം ഉപയോഗിക്കുന്നതിനേക്കാളും വിഴിഞ്ഞം ഉപയോഗിച്ചാൽ ഒരാഴ്ചയെങ്കിലും ലാഭം കിട്ടുന്നുള്ളതാണ് സമയത്തിന്. അത് സ്വാഭാവികമായിട്ട് കോസ്റ്റിലും പ്രതിഫലിക്കും. അന്തർദേശീയ കപ്പൽച്ചാലുമായി അടുത്ത് സ്വാഭാവിക ആഴമുള്ള ലോകത്തിലെ തന്നെ ഒരു പക്ഷേക തുറമുഖമാണ് വിഴിഞ്ഞം എന്നുള്ളത്. അപ്പോൾ വലിയ സാധ്യത വിഴിഞ്ഞത്തിനുണ്ട്. ആ സാധ്യതയെ എങ്ങനെ വ്യവസായ മുന്നേറ്റത്തിന് ഉപയോഗിക്കാൻ കഴിയും, അതാണ് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാ നഗരങ്ങളെല്ലാം വികസിക്കുന്നത് ആദ്യകാലത്ത് തുറമുഖങ്ങളുമായി ചേർന്നിട്ടാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ വന്നു, മുസരീസായി വന്നത്, ഇപ്പോൾ കൊച്ചി വികസിച്ചത് ഈ തുറമുഖവുമായി ചേർന്നിട്ടാണ്. അപ്പോൾ തുറമുഖം കേവലം കപ്പലുകൾ അടുക്കുന്നു, ആളുകൾ ഇറങ്ങുന്നു, ചരക്കുകൾ ഇറക്കുന്നു, കയറ്റുന്നു എന്നതിനപ്പുറത്തേക്ക്
ഒരു നാടിൻ്റെ സമ്പദ്ഘടനയെ, സാംസ്കാരിക തലത്തെ എല്ലാം സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ വിഴിഞ്ഞം നൽകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർ, നമ്മുടെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളതിനെ കുറച്ചുകൂടി വിശദമായി നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്നുള്ളത് തോന്നുന്നു. കാരണം ഭാരതത്തിൽ പല കാലഘട്ടങ്ങളിലൂടെ നമ്മൾ വികസനത്തിൻ്റെ ചർച്ചകളിലൂടെയും വികസന പദ്ധതികളിലൂടെയും നമ്മുടെ 5 ഇയർ പ്ലാൻസ് എന്നുള്ളത് ഒരുപക്ഷെ ലോകമെമ്പാടും എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു ഘടനയും കൂടിയായിട്ടുണ്ട്. അങ്ങനെ ഹ്രസ്വകാല പദ്ധതികളും അതുപോലെ തന്നെ ദീർഘകാല പദ്ധതികളും വീക്ഷണങ്ങളും ഒക്കെ ആയിട്ട് ഭാരതം മുന്നോട്ട് പോകുന്ന ഒരു നാൾ വഴിയാണ് നമുക്കുള്ളത്. പക്ഷേ അതിലും തന്നെ കേരളം ഒരുപക്ഷെ അതിൽ നിന്നും കുറേ കൂടെ വ്യത്യസ്തമായി എന്നും ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വികസന പാതയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുള്ളതിൽ വേരൂന്നിക്കൊണ്ട് പോയിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൂചികകൾ സാറ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് പല മേഖലകളിലും നമ്മുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ആ ഒരു യാത്രയുടെ ഒരു ഭാവി എന്നുള്ളത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്താൽ നല്ലതായിരിക്കും തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ച ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന നിലയിൽ സൂചിപ്പിക്കുമ്പോൾ എല്ലാവരെയും ചേർത്ത് വെച്ച് എങ്ങനെ വളർച്ച സാധ്യമാകും, അത് വികസനം എങ്ങനെ സാധ്യമാകും. അപ്പം അതിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രതിശീർഷ വരുമാനം നോക്കിയാൽ, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കേന്ദ്രീകരണം നോക്കിയാൽ, അസമത്വത്തിൻ്റെ അതിതീവ്രമായ വ്യാപനം നോക്കിയാൽ നമ്മുടെ രാജ്യം പൊതുവെ അത്തരത്തിലുള്ള ഒരു ഇൻക്ലൂസീവ്നെസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കേരളത്തിൻ്റെ സവിശേഷത ഈ ഇൻക്ലൂസീവ്നെസ്സാണ്. അത് ജാതി, മതം, അതുപോലെ ലിംഗം, ഈ വ്യത്യാസങ്ങളില്ലാതെ തന്നെ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ തന്നെ എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയുന്നുള്ളതാണ്. അത് വ്യവസായത്തിൽ എങ്ങനെ സാധ്യമാകും? ഇപ്പോൾ നമ്മളതാണല്ലോ ചിന്തിക്കുന്നത്. വ്യവസായത്തിലിപ്പോൾ കേരളത്തിൻ്റെ പൊതുവർത്തമാനം എന്താണെന്ന് വെച്ചാൽ, കേരളം എല്ലാം കൊള്ളാം, കാണാൻ നല്ല സ്ഥലമാണ്, വിദ്യാഭ്യാസം കൊള്ളാം, ആരോഗ്യം കൊള്ളാം. പക്ഷേ വ്യവസായം നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നതായിരുന്നു ഒരു ആശങ്കാ ചിത്രമുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ യുവതാര ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തുമ്പോൾ നമ്മൾ വ്യവസായ സൗഹൃദത്തിൽ അന്ന് 15 ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ കേരളം വ്യവസായ സൗഹൃദത്തിൽ ഇന്ത്യയിൽ 1ാം റാങ്കിലേക്ക് എത്തി. അത് ഏതൊരു മലയാളിക്കും അഭിമാനിക്കാൻ കഴിയാവുന്നതാണ്. അതൊരു ഗവൺമെൻറ്റിൻ്റെ നേട്ടമായിട്ടല്ല, കേരളത്തിൻ്റെ ആകെയുള്ള നേട്ടമാണ്. എന്നാൽ വൻകിട കുത്തക കമ്പനികൾ മാത്രം, ഇപ്പോൾ എന്നോടൊന്ന് ചോദിക്കേണ്ടത്, 2000 ഏക്കർ തമിഴ്നാട്ടിൽ ഇപ്പോൾ 2000 കൊടുത്തല്ലോ, ആന്ധ്രയിൽ 2000 കൊടുത്തല്ലോ, അവിടെ 1 ലക്ഷം കോടി വരുന്നുണ്ടല്ലോ, നിങ്ങൾ ഇവിടെ എന്താ ഒപ്പുവെച്ചാൽ? ഞാൻ ഇവിടെ നടക്കില്ല. ഇവിടെ ഞാൻ 100 ഏക്കർ അക്വയർ ചെയ്യണമെങ്കിൽ 1000 പേരോട് സംസാരിക്കണം. മറ്റ് സംസ്ഥാനത്ത് 2000 ഏക്കർ അക്വയർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരാളോട് സംസാരിച്ചാൽ മതി. നമുക്കാണെങ്കിൽ ആകെ വളരെ എക്കോളജിക്കലി സെൻസിറ്റീവായ സ്ഥലമാണ്. ഇവിടെ പറ്റുന്ന വ്യവസായങ്ങളാണ് ഇവിടെ സാധ്യമാകുന്നത്. അപ്പോൾ അതിൽ വലിയ മുന്നേറ്റം ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. പിന്നെ നമ്മളീ പറഞ്ഞ പോലെ ഇവിടെ ദിവ്യസയ്യർ പറഞ്ഞല്ലോ, കാറ്റും കോളും എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പ്രചാരവേലകളെ നേരിട്ടുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരുന്നത്. ഇന്ന് ഞാൻ മലയാളത്തിൽ 1ാമത്തെ പത്രം നോക്കി. അപ്പോൾ അതിലൊരു കൗതുകകരമായ വാർത്തയുണ്ട്. അത് ആദ്യ വർഷം തന്നെ സംരംഭക വർഷത്തിൽ 25% പൂട്ടി എന്നുള്ളതാണ് വലിയ ആഘോഷിക്കുന്ന വാർത്ത. ഒരു പക്ഷെ ലോകത്ത് ഒരിടത്തും ഒരു പത്രവും ഒരു മാധ്യമവും അവരവരുടെ നാട്ടിൽ എത്ര വ്യവസായം പൂട്ടി എന്ന് വിവരാകാശം അന്വേഷിച്ച് നടക്കുന്ന ഒരു അനുഭവമേ ഉണ്ടാവില്ല. എത്ര തുറന്നു നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമായിരിക്കും സാധാരണ മാധ്യമങ്ങൾ അന്വേഷിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ആദ്യ വർഷം 25 തെറ്റാണ്. അതിൽ തന്നെ എഴുതുന്നുണ്ട്, ആദ്യ വർഷം 30, ശരാശരി 30% മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത്. കേരളം 25 നിർത്തി. കേരളം 25 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് 2 വർഷത്തെ വാർത്തയും തെറ്റാണ്. അതിലേറ്റവും കൗതുകകരം അവസാനത്തൊരു വാചകമുണ്ട്. ഈ സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി 3,47,000 സംരംഭങ്ങൾ ഇത് എന്നാണ് വ്യവസായ വകുപ്പ് അവകാശപ്പെടുന്നത്. അത് അവകാശപ്പെടലാണ്, മറ്റത് ആധികാരിക പ്രഖ്യാപനമാണ്. 2 വ്യവസായ വകുപ്പിൻ്റെ വാർത്തയാണ്. അടച്ചു പൂട്ടി എന്നുള്ളത് ആധികാരികമാണ്. അത് 1 വർഷം പൂട്ടി എന്നുള്ളത് 2 വർഷം ശതമാനം 1 വർഷമാക്കി തെറ്റായത് ആധികാരികമായിട്ട് ഉറപ്പിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ മറ്റത് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അവരുടെ 82 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ഒരു പ്രൊജക്റ്റ് നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി തിരഞ്ഞെടുത്തു. അത് നമ്മുടെ ഈ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് ആണ്. IIM ഇൻഡോർ അതിനെ സംബന്ധിച്ച് വിശദമായ സ്റ്റഡി നടത്തി. ഇപ്പോൾ 2025 മാർച്ച് 28-29 152 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന കോൺഫറൻസിൽ ഈ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് അവതരിപ്പിക്കാൻ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ XY ആകട്ടെ അമേരിക്കൻ പ്രസിഡന്റാണ് ആ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാറുള്ളത്.
ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME സെക്ടർ എന്ന് അംഗീകാരം നമുക്ക് നൽകി. എന്നിട്ടും മലയാളത്തിൻ്റെ ഒന്നാമത്തെ പത്രത്തിന് അത് വ്യവസായ വകുപ്പിൻ്റെ അവകാശവാദം മാത്രമാണ്. അപ്പോൾ അമേരിക്കൻ സൊസൈറ്റി അംഗീകരിച്ചാലും ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിച്ചാലും നമ്മുടെ നാട്ടിൽ ഒരിക്കലും വ്യവസായം ഉണ്ടാകരുതേ എന്ന് ചിന്തിക്കുന്ന മാധ്യമങ്ങളുള്ള ഒരു നാട്ടിൽ എങ്ങനെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായി ഞാൻ കാണുന്നത്. സർ, മാധ്യമങ്ങളും സംരംഭങ്ങളെന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഈ പറഞ്ഞ സ്വകാര്യ മാധ്യമ ചാനൽ തന്നെ സംരംഭകർക്കായിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ, ഒരു സെഷനിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സ്ത്രീ സംരംഭങ്ങളെയായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. അതിലൂടെ അവർ തിരഞ്ഞെടുത്തിട്ടുള്ള, അവർ കണ്ടെത്തിയിട്ടുള്ള അനവധി സ്ത്രീകളുടെ കഥകൾ നേരിട്ട് കാണുവാനും അവരുമായി സംവദിക്കുവാനുമൊക്കെയുള്ള ഒരു അവസരം കിട്ടി. മറ്റ് ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം നമ്മുടെ സംരംഭകത്വ മേഖലയിലുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു അഹങ്കാരമാണ്. അതിൽ വ്യവസായ വകുപ്പിൻ്റെയും ഒപ്പം കുടുംബശ്രീയുടെയും പങ്ക് എന്നുള്ളത് ഒട്ടും ചെറുതല്ല. ഈ പറഞ്ഞ സംരംഭങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ ആരംഭത്തിലുള്ളൊരു പ്രചോദനം നേടുന്നത്, അല്ലെങ്കിൽ ആ കൂട്ടായ്മയുടെ ബലം എന്നുള്ളത് അവർ കൈവരിക്കുന്നത് കുടുംബശ്രീയിൽ നിന്നാണ്. ഒപ്പം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള, അതായത് അറിവാർജിക്കുന്നത്, അതിനുള്ള പരിശീലനം നേടുന്നതും കുടുംബശ്രീ മുഖേനയാണ് എന്നൊക്കെയുള്ള പല കഥകൾ കേട്ടു. കുടുംബശ്രീക്ക് പുറമേയും സാറി സൂചിപ്പിച്ചതുപോലെ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ നമ്മളിപ്പോൾ IT ആണെങ്കിലും സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ഏത് തരത്തിലുള്ള വ്യവസായം നോക്കിയാലും യുവതയ്ക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും ഒപ്പം സ്ത്രീകൾക്ക് സംരംഭകരായി മാറുവാനും ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. സാർ ഈ പറഞ്ഞ അവാർഡിന് പോലും ശരിക്കും നമ്മുടെ റിഫോംസ് എല്ലാം നോക്കിയാലും, പരിഷ്കാരങ്ങളെല്ലാം സിറ്റിസൺ സെൻട്രിക് റിഫോംസ് ആയിട്ടുള്ള പല ഘടകങ്ങൾ കൊണ്ടാണ് നമുക്ക് ഭാരതത്തിൽ ഏറ്റവും മുന്നോടിയായിട്ടുള്ള ഒരു സ്ഥാനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത്. അതിൽ ഞാൻ കണ്ട 1-2 സംരംഭങ്ങൾ, കാസർഗോഡ് നിന്ന് വന്നിട്ടുണ്ടായിരുന്ന 2 ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ഒരു സംഘം യുവതികൾ അവരൊരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. വണ്ടികൾക്ക്, 2 വീലറിനായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നത് ഒരു അസാധാരണമായ കാഴ്ചയായിട്ട് കാണുന്നത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ചോദ്യം. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ സുനിത വില്യംസ് അങ്ങ് നാസയിലും അമേരിക്കയിലും ബഹിരാകാശത്തുമൊക്കെ സ്ത്രീകൾ പോകുന്ന സമയത്ത് പോലും നമ്മുടെ നാട്ടിൽ ഒരു ബൈക്ക് റിപ്പയർ ചെയ്യുവാനായിട്ട് സ്ത്രീകളെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുമുണ്ട്. അപ്പോൾ അവരും ഞങ്ങളോട് പറയുമായിരുന്നു, നമ്മളൊരു ടയർ ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നാട്ടുകാർ ചിലപ്പോൾ ഞങ്ങളോട് ചോദിക്കും, വേറൊരു വർക്ക്ഷോപ്പിൽ കൂടെ കൊണ്ടുപോകണ്ടല്ലോ അല്ലേ, ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടല്ലോ ഈ സ്ക്രൂ എന്നൊക്കെ ആളുകൾ ഞങ്ങളോട് വന്ന് ചോദിക്കും. ഞങ്ങൾ പെണ്ണുങ്ങൾ അത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നാട്ടുകാർക്കൊരു അത്ഭുതമാണ്, അത് പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് സാർ സൂചിപ്പിച്ച പോലെ ഒരു പക്ഷേ മാധ്യമങ്ങളിലൂടെയുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു സാമൂഹിക അവസ്ഥ എന്നുള്ളത്, ഒരു സോഷ്യൽ കണ്ടീഷനിങ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ലിംഗസമത്വത്തിൻ്റെ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. സാറിൻ്റെ അനുഭവത്തിൽ അതിനെക്കുറിച്ച് കൂടി നമ്മൾ ഇൻക്ലൂസീവിനെ കുറിച്ച് പറയുമ്പോൾ അതും പ്രധാനമാണ് എന്ന് എനിക്ക്. നമ്മുടെ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് തന്നെ പുതുതായി തുടങ്ങിയ സംരംഭകരിൽ 40% വുമൺ ഓണ്ടർപ്രനേഴ്സാണ്, സ്ത്രീ സംരംഭകരാണ്. അത് വളരെ നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല, ഫുഡ് പ്രോസസ്സിങ്, ഗാർമെൻറ്റ്സ് മാത്രമല്ല, ഇലക്ട്രോണിക്സ്, പല ഇപ്പം പറഞ്ഞ പോലെ വർക്ക്ഷോപ്പ്, എല്ലാ മേഖലയിലേക്കും അവർ വരുന്നുണ്ട്. ഞങ്ങൾ ഇത്തവണ ഈ സംഭാവനകൾ, ആജീവാനന്ദ സംഭാവനകൾക്കുള്ള ഓണ്ടർപ്രണർഷിപ്പിൻ്റെ അവാർഡ് ഇത്തവണ നൽകിയത് പമേല അന്ന മാത്യു എന്ന ഒരു വുമൺ ഓണ്ടർപ്രണർക്കാണ്. അവർ എറണാകുളത്ത് തന്നെയുള്ള തന്നെ OEN കണക്ടേഴ്സിൻ്റെ ദീർഘകാലം ഇവിടെ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ ചിത്രം ഇപ്പോൾ കുറേ കൂടി വിസിബിളായി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങിയതല്ല, കുറേ കാലമായുള്ള സംരംഭങ്ങളുണ്ടെങ്കിലും നിർമ്മിക്കപ്പെടുന്ന പൊതുബോധം എന്നുള്ളത് ഇവിടെ പെട്ടിക്കട, പിന്നെ ലോട്ടറി, ബീവറേജ്,
ഇത് ബാർബർ ഷോപ്പ്, ഇത്രയും കാര്യങ്ങൾ മാത്രമുള്ള സ്ഥലമാണ് കേരളം എന്നാണ് പുറത്ത് സൃഷ്ടിക്കപ്പെടുന്നൊരു പ്രതീതി. എന്നാൽ ലോകം ഉപയോഗിക്കുന്ന മെഡിക്കൽ രംഗത്ത് ബ്ലഡ് ബാഗ്, നമ്മൾ ഹോസ്പിറ്റലിൽ ലോകം ഉപയോഗിക്കുന്നതിൻ്റെ 12% കേരളമാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യ ഉപയോഗിക്കുന്നതിൻ്റെ അല്ല പറഞ്ഞു, ലോകം ഉപയോഗിക്കുന്നതിൻ്റെ 12%. ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് മാനുഫാക്ചറിങ് കമ്പനി കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത്, തെർമൽ പെൻപോൾ. ഏഷ്യയിലെ 1ാമത്തെയും ലോകത്തെ 2ാമത്തെയും കൃത്രിമ പല്ല് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണുള്ളത്. ഇന്ത്യയിലെ ഏക ഇൻഡിജിനിയസ് ഹാർട്ട് വാൽവ് ഉണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണുള്ളത്. റബ്ബർ ത്രെഡ് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ 1ാമത്തെ കമ്പനി റബ്5 കേരളത്തിലാണ്. നാസ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ISR ഒക്കെ ഉപയോഗിക്കുന്ന അവരുടെ കാര്യങ്ങൾ റബ്ബർ വജ്ര എന്ന് പറയുന്ന കമ്പനി കേരളത്തിലാണുള്ളത്. ലോകം ഉപയോഗിക്കുന്ന ഒലിയോറസിൻ്റെ 84% കേരളമാണ് ഉണ്ടാക്കുന്നത്. ലോകത്തിൻ്റെ സ്പൈസ് പ്രോസസ്സിംഗ് ഹബ്ബ് കേരളമാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റീൽ കമ്പനികളെക്കുറിച്ചുള്ള ലോകോത്തര ജേണലിൽ വന്ന 100 കമ്പനികൾ ഒന്ന് കേരളത്തിലെ PK സ്റ്റീൽ കമ്പനിയാണ്. അപ്പോൾ എന്നാൽ ഇതൊന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുൻപിലേക്ക് സാധാരണഗതി എത്തുന്നില്ല. ഇപ്പോൾ 3600 കോടി ടേൺ ഓവർ ഉള്ളതാണ് സിന്തേറ്റ് ഗ്രൂപ്പ് കേരളത്തിൽ. അവരുടെ നേരെ താഴെ കാൻഗോർ ഗ്രൂപ്പിൻ്റെ ഉണ്ട്, ഈസ്റ്റേൺ ഗ്രൂപ്പ്. ഇപ്പോൾ ലോകത്തിലെ വിപ്രോ അവരുടെ പ്രധാന സംവിധാനങ്ങൾ ഇങ്ങോട്ട് മാറി. IBMൻ്റെ അവരുടെ ചരിത്രത്തിൽ ആദ്യമായി 2 വർഷത്തിനുള്ളിൽ ഒരേ നഗരത്തിൽ 2 ക്യാമ്പസുകൾ ഉദ്ഘാടനം ചെയ്തു. 0 to 2500 എന്ന രൂപത്തിൽ എംപ്ലോയ്മെൻറ്റിനെ അവർ റിക്രൂട്ട് ചെയ്ത് ലോകത്താദ്യമായിട്ടാണ്. 100 ദിവസം കൊണ്ടാണ് ഇവിടെ 1400 പേരെ ഒരു കമ്പനി, ഇൻ്റർനാഷണൽ കമ്പനി ഇൻഫോ പാർക്കിന് വേണ്ടി റിക്രൂട്ട് ചെയ്തത്. അപ്പം അങ്ങനെ ലോകോത്തര കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇതൊന്നും പൊതുമണ്ഡലത്തിലേക്ക് വേണ്ടത്ര വരാതിരിക്കുന്നു. എന്നുള്ള സ്ത്രീ സംരംഭകർ വളരെ നല്ല രീതിയിൽ വരുന്നു, അവർ നന്നായി സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനെ നന്നായി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും അതിനുള്ളൊരു പ്രോത്സാഹനം നമുക്ക് നമ്മുടെ സാമൂഹിക വീക്ഷണത്തിൻ്റെ ഭാഗമായും നമ്മൾ നെയ്തെടുക്കുന്ന കഥകളുടെ ഭാഗമായും ഉണ്ടാകണം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ സാർ സൂചിപ്പിച്ച പോലെ അത് എത്രമാത്രമാണ് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴുമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയധികം സൂപ്പർലേറ്റീവ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴും ഏറ്റവും അത്യുന്നതങ്ങളിലുള്ള നമ്മുടെ നേട്ടങ്ങൾ നമുക്ക് പട്ടികയായി ഇവിടെ അണിനിരക്കാൻ സാധിക്കുന്നു എന്നുള്ളപ്പോഴും എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ഇടയിലുള്ള സാധാരണക്കാരൻ്റെ നെഞ്ചിലേക്ക് കയറ്റുവാൻ നമുക്ക് സാധിക്കാത്തത് എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ് ശരിക്കും. അപ്പോൾ ഈ വ്യവസായം എന്നുള്ളത് അല്ലെങ്കിൽ വ്യാവസായിക നേട്ടങ്ങൾ എന്നുള്ളത് സമ്പദ്ഘടനയിലും നമ്മുടെ ഈ പറയുന്ന ഡേറ്റയിലും നമ്മുടെ അക്കങ്ങളിലും സംഖ്യകളിലുമൊക്കെ പ്രതിഫലിക്കുമ്പോഴും അതെല്ലാം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും മെച്ചപ്പെടുത്തുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ വിസ്മരിക്കരുത്. പക്ഷേ അത് അവരിലേക്ക് ഈ വൈകാരികമായ ഒരു കഥയായി എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളതിനെ ഒരു പക്ഷേ നമ്മൾ അത്ര സുതാര്യതയോടുകൂടി നമുക്കത് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. സർ, ഞാൻ ഇതിനു മുൻപ് തൊഴിലുറപ്പിൻ്റെ ഡയറക്ടറായിട്ട് 3 വർഷം കേരളത്തിലുണ്ടായിരുന്നു, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി. അപ്പോൾ ആ സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ ഏറ്റവും അധികം വനിതകൾ ഏർപ്പെടുന്ന ഒരു മേഖലയാണ് തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം മാൻഡേസ് എന്നാണ് അവരതിനെ ആദ്യം സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഒരു പ്രത്യേക ആവശ്യം വെച്ചിട്ടാണ് അത് പേഴ്സൻറ്റേജ് എന്ന് യഥാർത്ഥത്തിൽ സർക്കാരിൽ പോലും, ഭാരത സർക്കാരിൽ പോലും അത് മാറ്റുന്നത്. കാരണം നമ്മുടെ തൊഴിൽ ദിനങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ 98% സ്ത്രീകളായിരുന്നു തൊഴിൽ ദിനങ്ങൾ നമുക്ക് നേടിത്തന്നുകൊണ്ടിരുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ. ഇപ്പോഴും അത് ഏകദേശം ആ രീതിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സർ, ഞങ്ങൾ ഇപ്പോൾ ആ സമയത്തൊരു വർക്ക് ടൈം അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാരത സർക്കാർ ആവശ്യപ്പെടുന്നതും സാങ്കേതികമായി നമുക്ക് വിപണിയിലുള്ള ഒരു ഒരു എഫിഷ്യൻസി, കാര്യക്ഷമത എന്നുള്ളത് കൊണ്ടുവരുവാൻ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ സാധിക്കുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ അസറ്റ് ക്രിയേഷനായിട്ട് സ്ഥായി ആയിട്ടുള്ള സൃഷ്ടികൾ നിർമ്മിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പഞ്ചായത്തുകൾ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതായിരുന്നു അവിടെ ചോദ്യം. അതിനേക്കാളും നന്നായിട്ട് ഒരു ടോയ്ലറ്റ് നിർമ്മിക്കുവാനാണെങ്കിൽ ഒരു കോൺട്രാക്ടർക്ക് കൊടുത്താൽ അതിനേക്കാളും വേഗത്തിൽ നമുക്ക് ചെയ്ത് കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മൾ വർക്ക് ടൈം അനാലിസിസ് ചെയ്ത് വന്നപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലൊട്ടാകെ തന്നെ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഈ കാർഷിക മേഖല മുതൽ വ്യാവസായിക മേഖലയിലുള്ള കായിക ശേഷി ആവശ്യമുള്ള ഏത് തൊഴിലിനാണെങ്കിലും നമുക്ക് ഉപകരണങ്ങളുടെ ആവശ്യമുണ്ട്, അല്ലേ?
അതൊരു തൂമ്പ മുതൽ ഒരു മൺവെട്ടി മുതൽ എന്തുപകരണമായാലും ശരി, ഈ ഉപകരണങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്നത് ഒരു ശരാശരി ഭാരത പുരുഷൻ്റെ അളവ് വെച്ചിട്ടാണ്. ഒരു ശരാശരി പുരുഷൻ്റെ നീളം എത്രയാണ്, വണ്ണം എത്രയാണ്, ഭാരം എത്രയാണ് എന്നൊക്കെയുള്ള ഒരു കണക്ക് വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഉപകരണങ്ങളെല്ലാം ഭാരതത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഉപകരണം വെച്ച് തന്നെ 60 വയസ്സായ ഒരു ഭാരതത്തിലെ വനിത അതേ ഉപകരണം വെച്ച് മണ്ണ് വെട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഴി കുഴിക്കുമ്പോൾ ആ പുരുഷൻ്റെ അതേ കായിക ശക്തി ഇവർക്ക് തെളിയിക്കാൻ പറ്റില്ല. അത് ഇവരുടെ കായിക ബലം കുറവായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അവർക്ക് കൊടുക്കുന്ന ഉപകരണങ്ങളുടെ കുറ്റവും കൂടി കൊണ്ടാണ്. അത് അവർക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു ഉപകരണം അല്ല. അത് പറഞ്ഞ് ധരിപ്പിക്കുവാനും മനസ്സിലാക്കിപ്പിക്കുവാനും കുറച്ചേറെ പ്രയാസപ്പെടേണ്ടി വന്നു നമുക്ക്. പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും അറിയാം, ഇപ്പോൾ ബെന്യാമിൻ എഴുതുന്ന പേന വെച്ചിട്ട് അതേ പേന എടുത്ത് ഞാൻ എഴുതുമ്പോൾ പോലും എനിക്ക് ചിലപ്പോൾ അതേ ഭംഗിയോടുകൂടി എഴുതാൻ സാധിക്കില്ല. അത്രയധികം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശീലങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളോടുമൊക്കെ ഒരു പരിചയം നമുക്കുണ്ടാകും. പക്ഷെ അതിലുപരിയായി, ആ പരിചയത്തിലുപരിയായി ഒരു സ്ത്രീക്കും പുരുഷൻ്റെയും കായിക ബലവും സ്ത്രീയുടെയും പുരുഷൻ്റെയും ജൈവികമായിട്ടുള്ള ഘടനയും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കി അവരുടെ പണി ആയുധങ്ങൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നിർമ്മിക്കണം എന്നുള്ള ഒരു വലിയ കണ്ടെത്തലും കൂടി ഉണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും സാർ നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഹൈദരാബാദിൽ അത് നമ്മൾ അവതരിപ്പിക്കുകയും സ്ത്രീകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഉപകരണങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് നിർമ്മിക്കുകയും ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഏത് മേഖല എടുത്താലും നമ്മൾ സ്ത്രീകൾ മുന്നോട്ട് വരണം എന്ന് പറയുമ്പോഴും, ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ വർക്ക്ഷോപ്പിൻ്റെ പോലും ഒരു സ്പാനർ ആണെങ്കിലും സ്ക്രൂ ഡ്രൈവർ ആണെങ്കിലും ഒക്കെ ഒരു സ്ത്രീയുടെ കൈയുടെ അളവ് എന്നുള്ളതും അവർക്കുള്ള ബലം എന്നുള്ളതും അനുസരിച്ചിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്കിന്ന് സാധിക്കും. പക്ഷേ പുരുഷൻ ഉപയോഗിക്കുന്ന അതേ ഉപകരണം വെച്ച് നമ്മൾ അതേ പണി ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ഒരു പക്ഷേ അവിടെ ആ കാര്യക്ഷമതയുടെ ഒരു കുറവ് വരുന്നത് പോലും. അപ്പം അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് കുറേ കൂടി സൂക്ഷ്മമായി പരിശോധിച്ച് ഈ പറയുന്നത് പോലെ എല്ലാവരെയും ഈ ഒരു കഥയിലേക്ക് നമ്മുടെ ഈ ഒരു വികസന യാത്രയിൽ യോജിപ്പിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. രണ്ടാമത് സാർ സൂചിപ്പിച്ചതുപോലെ ഇതെങ്ങനെയാണ് സാധാരണക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു ചോദ്യത്തിന് വീണ്ടും ഞാൻ തൊഴിലുറപ്പിൻ്റെ അനുഭവത്തിലേക്ക് തന്നെ പോവുകയാണ്. ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ടും ഈ പറയുന്ന സംഖ്യകളുമൊക്കെ ആയിട്ട് നമ്മൾ പ്രവർത്തിച്ചു വരുമ്പോഴും ഇടയ്ക്ക് തൊഴിലുറപ്പ് സൈറ്റിൽ പോയി നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയൊക്കെ കൂടെ ചെലവഴിക്കുന്ന സമയം, ഒരു പക്ഷേ ആ സമയമാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും മനസ്സിൽ ഞാൻ കോറിയിടുന്ന 1-2 സംഭാഷണങ്ങളുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ തൊഴിലുറപ്പിൽ വരുന്നത്? അപ്പം നമുക്ക് ഒന്ന് സ്വന്തമായിട്ടൊരു അക്കൗണ്ട് തുറക്കാൻ പറ്റി. അതൊരു വലിയ കാര്യമാണ്. സ്വന്തമായിട്ടൊരു അക്കൗണ്ട് തുറക്കാൻ പറ്റി, അതിൽ എല്ലാ മാസവും കൃത്യമായിട്ട് പൈസ വരും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അതായിരുന്നു ഒന്ന്. 2, ഞാൻ ചോദിച്ചു ഈ പൈസ വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? കാരണം സ്ത്രീകളുടെ കയ്യിൽ പൈസ എത്തുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ഉപയോഗിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ടോ എന്നുള്ളതാണ് കൂടുതൽ പ്രധാനം നമ്മൾ ലിംഗസമത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. അപ്പോൾ അതിൽ 1-2 പേര് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, ഇപ്രാവശ്യം വെക്കേഷന് വേനൽക്കാല അവധിക്ക് കുട്ടികളെയും കൊണ്ട് കുറച്ച് അമ്പലങ്ങളിലേക്ക് പോകുവാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ കാശുണ്ട്. മറ്റൊരമ്മ എന്നോട് പറഞ്ഞത്, വീട്ടിൽ ഇപ്പോൾ കുട്ടികൾക്ക് എന്നും ഒരു കവറ് കൂടെ പാല് വാങ്ങിച്ച് രാത്രിയും കൂടെ പാല് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതായിരുന്നു. മറ്റൊന്ന് എന്നോട് പറഞ്ഞത്, വീട്ടിലിപ്പോൾ എന്നും മുട്ട വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ നമ്മളത് ഓരോ അണുവായി പരിശോധിക്കുമ്പോൾ. പക്ഷേ അവരുടെ കുടുംബങ്ങളിൽ ആ കുട്ടികളുടെ വളർച്ചയിലൊക്കെ അതുണ്ടാക്കുന്ന മാറ്റം എന്നുള്ളത് വളരെ വലുതാണ്. അപ്പോൾ ഇത് ഒരു പക്ഷേ വേതനം നമ്മൾ മറ്റുള്ള വ്യാവസായിക മേഖലകളെ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വേതനം ലഭിക്കുന്നതാണ് ഇന്നും കേരളത്തിന് തൊഴിലുറപ്പെന്ന് പറയുന്നത്. നമ്മൾ എത്ര പ്രാവശ്യം കൂടുതൽ വേണം എന്ന് ആവശ്യപ്പെട്ടാലും ഇപ്പോഴും കുറവാണത്. അപ്പോൾ അതിന് പോലും ഇത്രയ്ക്ക് മാറ്റങ്ങൾ ഒരു അണുവായി നമ്മൾ നോക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ തലത്തിൽ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റേതൊരു വ്യാവസായിക മേഖലയാണെങ്കിലും അതിൻ്റെ സാമൂഹിക പരിണാമം എങ്ങനെയാണ് എന്നുള്ളത് കുടുംബത്തിൻ്റെ തലത്തിൽ നമുക്ക് ഒരു അന്വേഷണം എന്നുള്ളത് തന്നെ നമുക്ക് ശരിക്കും നടത്തണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സർ,
കുറച്ച് ദൈർഘ്യമേറിയ 2-3 ചോദ്യങ്ങളാണ്. അതിലിപ്പോൾ ഈ ബെന്യാമിൻ്റെ പേന കിട്ടിയാലും ദിവ്യ എസ് അയ്യർക്ക് അങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് പേനയുടെ മാത്രം ഗുണമല്ല. പിന്നെ നമ്മൾ ഈ ഉപകരണങ്ങൾ 2 ഭാഗങ്ങൾ ഞാൻ അതിനകത്ത് അഭിസംബോധന ചെയ്യാം. ഒന്ന് സ്ത്രീ, 2-ാം ഭാഗത്ത് പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് പറ്റാവുന്ന അല്ല നമ്മുടെ ഈ ടൂൾസ് എല്ലാം വന്നിട്ടുള്ളത്. അത് ടൂൾസ് മാത്രമല്ല, ഭാഷയിലും ഭരണഘടനയിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നോക്കിയായിരുന്നു ഈ 39C ഇങ്ങനെയാണ്: ദാറ്റ് ദ സിറ്റിസൺ, മെൻ ആൻഡ് വുമൻ ഈക്വലി ഹാവ് ദ റൈറ്റ് ടു ആൻ അഡ്വക്കേറ്റ് മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. അപ്പോൾ വലിയ ചർച്ച നടന്നിരുന്നു. മെൻ ആണോ ആദ്യം വരേണ്ടത്, മെൻ ആൻഡ് വുമൻ എന്നാണ്. അപ്പോൾ ഒരാൾ അതിനകത്ത് അമെൻമെൻറ്റ് കൊണ്ടുവന്നിരുന്നു, വുമൺ ആദ്യം വരണം എന്നുള്ളത്. പക്ഷെ അന്ന് ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചില്ല, മെൻ ആൻഡ് വുമൺ എന്നുള്ളതാണ്. ജനറൽ ക്ലോസസിൻ്റെ ഒരു ആക്ട് ഉണ്ട്, അതിൽ ഏത് നിയമത്തിന് ഹി എന്ന് പറഞ്ഞാൽ ഷീ കൂടി ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ നിയമം നോക്കി കഴിഞ്ഞാൽ അറിയാം, എല്ലാ നിയമത്തിനും ഹി ഉണ്ടാവുള്ളൂ. ഹി എന്ന് പറഞ്ഞാൽ ഷീ കൂടി ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ്. ഞങ്ങളാണ് ആദ്യം ഈ ഗവൺമെൻറ് ഒരു അമെൻമെൻറ്റിൽ കൊണ്ടുവന്നത്, ഷീ എന്ന് കൊണ്ടുവന്നു. ഷീ ഹിയും കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അതിപ്പോൾ ഇപ്പോഴത്തെ 2 നിയമങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. ഷീ എന്ന് പറഞ്ഞാൽ ഹിയും ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തകത്തിലൊരു പ്രയോഗം കണ്ടു, എഴുത്തുകാരൻ, എഴുത്തുകാരി. അപ്പോൾ ഏത് പുസ്തകം ഞാൻ ഓർക്കുന്നത്, എന്തോ പ്രകാശനത്തിന് കിട്ടിയ പുസ്തകമാണ്. അപ്പോൾ സ്റ്റേജിലെന്ന് വായിച്ചു എഴുത്താൽ, അപ്പോൾ ആണും പുരുഷനും സ്ത്രീ ഉൾക്കൊണ്ടു എഴുത്താൽ എന്നുള്ള ഒരു പ്രയോഗം. അപ്പോൾ എഴുത്തുകാരനും വന്നു, എഴുത്തുകാരിയും വന്നു. അപ്പോൾ ഇത് പിന്നെ ഒരു കാര്യത്തിൽ ചിലപ്പോൾ എല്ലാ ഉപകരണങ്ങളും ദിവ്യ അവരോട് ചോദിച്ചിട്ടുണ്ടാവില്ല. അടുക്കളയിലെ ഉപകരണങ്ങളെല്ലാം സ്ത്രീകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. കാരണം അത് സാമൂഹിക ആധിപത്യം, പുരുഷാധിപത്യത്തിൻ്റെതായ കാലത്തിലുള്ള ഉപകരണങ്ങളെക്കുറിച്ചുള്ള സമീപനമാണ് അതെന്നുള്ളത്. അപ്പം അത് തന്നെ ഇനിയിപ്പോൾ നമ്മൾ അധികം അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ടി വരും തോന്നല്ലേ. കാരണം അതെല്ലാം റോബോട്ടുകൾക്ക് ലിംഗവ്യത്യാസമില്ല. അവരാണ് ഇപ്പോഴത്തെ, നിങ്ങൾ ഹരാരിയുടെ പുതിയ പുസ്തകം വായിച്ചിട്ടുണ്ടാവുമല്ലോ, നെക്സസ്, ശിലായുഗത്തിൽ നിന്ന് AI ഏജിലേക്കുള്ള മാറ്റത്തിൻ്റെ വികാസ ചരിത്രം വളരെ മനോഹരമായി ഹരാരി അതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ റോബോട്ടുകളാണ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്. റോബോട്ടുകൾക്ക് ഇതുവരെ ലിംഗവ്യത്യാസം വന്നിട്ടില്ല. മെയിൽ ഫീമെയിൽ എന്നുള്ളൊരു കോളം റോബോട്ടുകൾക്ക് വന്നിട്ടില്ല. ഇനി ഭാവിയിൽ വരുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. 2, എങ്ങനെ ജനങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പിൽ തുടങ്ങി നന്നായി IT കൊണ്ടുപോയ വയനാട് ദുരന്തത്തിലൊക്കെ അവിടുത്തെ മോണിറ്ററിംഗ് ഒക്കെ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വ്യവസായമായി കൊണ്ടുവന്ന കേരളത്തിൻ്റെ അന്തരീക്ഷം, ഇപ്പോൾ വെള്ളാനകളുടെ നാട് അല്ലെങ്കിൽ അങ്ങനെ കുറേ സിനിമകളുണ്ടല്ലോ. അപ്പോൾ അതിൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ബസ് നടത്താൻ ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ മാത്രം ചെയ്ത ആളാണ് തകർന്നു പോകുന്നത്. മോഹൻലാലിൻ്റെ കഥാപാത്രം. അദ്ദേഹം ഏത് രാജ്യത്ത് അങ്ങനെ വ്യവസായം നടത്തിയാലും തകർന്നില്ലെങ്കിലാണ് അവാർഡ് കൊടുക്കേണ്ടത്. കണ്ടക്ടറെ തിരഞ്ഞെടുക്കുന്നില്ല, സൂക്ഷ്മതയില്ലായ്മ, വണ്ടിയുടെ റൂട്ട് തിരഞ്ഞെടുക്കുന്നില്ല, വാങ്ങുന്നതിന് മുമ്പ് വണ്ടിയുടെ അതിൻ്റെ ഫിറ്റ്നസ് നോക്കുന്നതിൽ ഇതൊന്നും ചെയ്യാത്ത ഒരാൾ ലോകത്ത് എവിടെങ്കിലും തുടങ്ങിയിട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിലാണ് അവാർഡ് കൊടുക്കേണ്ടത്. പക്ഷേ നിർമ്മിക്കപ്പെട്ട പ്രതീതി എന്താ, കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് അത് തകർന്നു പോയതെന്നുള്ളതാണ്. ഞാൻ ഡൽഹിയിലെ ഞങ്ങളുടെ റോഡ് ഷോ, ഇപ്പോൾ നാളെ ദുബായ് റോഡ് ഷോ ഉണ്ട്, എല്ലായിടത്തും ഈ സമ്മിറ്റിന് മുമ്പ് റോഡ് ഷോ ആണ്. അപ്പോൾ അവിടെ കേരളത്തെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടെന്താ? ചിലരുടെ ധാരണ കേരളത്തിൽ മാത്രമേ ഈ കൊടിയുള്ളൂ എന്നാണ്. ഈ പണിമുടക്ക് അവിടെയാണ്. അപ്പോൾ ഞാൻ ഹിന്ദുവിൽ ഡീറ്റെയിൽ റിപ്പോർട്ട് 2 ദിവസം മുമ്പായിരുന്നു, ആ പരിപാടിയുടെ 2 ദിവസം മുമ്പ്. അവർ അർബൻ ലേബർ മിനിസ്ട്രിയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതിൽ പറയുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ 15 കൊല്ലക്കാലത്തിനുള്ളിൽ നടന്ന പണിമുടക്കങ്ങളുടെ 28% തമിഴ്നാട്ടിലാണ്. 28% തമിഴ്നാട്ടിലാണ്, 17% മഹാരാഷ്ട്രയിലാണ്, 11% ഗുജറാത്തിലാണ്. ആദ്യ പട്ടികയിലൊന്നും കേരളമില്ല. പക്ഷെ ഗുജറാത്തിലൊക്കെ പണിമുടക്കുണ്ടോ, മഹാരാഷ്ട്രയിൽ പണിമുടക്കുണ്ടോ എന്നൊക്കെയായിരിക്കും നമ്മുടെ നാട്ടിലെ ചോദ്യം. എന്നാൽ തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിൽ പിന്നെ കുറച്ചെങ്കിലൊക്കെ ഉണ്ടെന്ന് കരുതാം. റിപ്പോർട്ടിൻ്റെ കൺക്ലൂഷൻ ഇതാണ്: പണിമുടക്കങ്ങൾ വ്യവസായവൽക്കരണത്തിന് തടസ്സമല്ല എന്നാണ് ഹിന്ദു റിപ്പോർട്ടിൻ്റെ കൺക്ലൂഷൻ. ഈ അർബൻ നമ്മുടെ ലേബർ മിനിസ്ട്രിയുടെ റിപ്പോർട്ടാണ്. പക്ഷെ കേരളത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ചിത്രം പൊതുവെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അത് സിനിമകളിൽ വന്നിട്ടുണ്ട്, സാഹിത്യത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സാഹിത്യവും സിനിമയും എല്ലാം തന്നെ എല്ലാ കലാരൂപങ്ങളും
യഥാർത്ഥ അവസ്ഥകളെ കുറെ കൂടി പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ഇനിയുള്ള കാലത്ത് എഴുത്തുകളിലും അവതരണങ്ങളിലൊക്കെ വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുതിയ കാല സിനിമകളിലെല്ലാം അത്തരത്തിലുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും വരാനിടയുണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും സർ. അതിൽ തന്നെയുള്ളൊരു വൈരുദ്ധ്യം, അതിൽ അഭിമാനം കൊള്ളുന്നവർ കൂടിയാണ് മലയാളികൾ എന്നുള്ളത്. ഈ പറയുന്ന പ്രതിഫലിപ്പിച്ച പ്രതിഷേധത്തിന്റെ സ്വരം മുഴങ്ങി കേൾക്കുന്നത് എന്നും അഭിമാനം കൊള്ളുന്നവർ കൂടിയാണ് മലയാളികൾ എന്നുള്ളത്. മലയാളത്തിന്റെ നമ്മുടെ നല്ലൊരു വിഭാഗത്തിന്റെ പ്രത്യേകത നെഗറ്റിവിറ്റിയിലാണ് നമുക്ക് കുറെ താല്പര്യമുള്ളത്. ഇപ്പൊ ഒന്നിനൊരു അനശ്വരത എന്നുള്ളത്, അമരത്വം ഒന്നിനുമില്ല, മനുഷ്യനുമില്ല, വ്യവസായത്തിനുമില്ല. കേരളത്തിലെ ഒരു ഗുണം എന്ന് വെച്ചാൽ എന്തെങ്കിലും അടഞ്ഞാൽ അതറിയാത്തവരാരും ലോകത്തുണ്ടാവില്ല, തുറന്നാൽ അറിയുന്നവരാരും കേരളത്തിൽ പോലും ഉണ്ടാവില്ല. ഇപ്പം എറണാകുളം ജില്ലയിൽ തന്നെ ഇത്രയും IBM അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 2 വർഷത്തിനുള്ളിൽ 2 ക്യാമ്പസ് തുടങ്ങി 3000 പേരെന്ന് പറഞ്ഞാൽ 600 കോടി ഒരു വർഷം ഇവിടെ ശമ്പളത്തിന് കൊടുക്കുന്നുണ്ട്. HCL എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ 1ാമത്തെ എഞ്ചിനീയറിംഗ് സർവീസ് കമ്പനി കൊച്ചി തുടങ്ങി, അടുത്ത ക്യാമ്പസ് തിരുവനന്തപുരത്ത് തുടങ്ങുകയാണ്. 60 ലക്ഷമാണ് ഒരു വർഷം ഒരാൾക്ക് ശമ്പളം കിട്ടുന്നത്, ഏറ്റവും ഉയർന്ന ശമ്പളം. അപ്പോൾ ഇതൊന്നും നമ്മുടെ ആർക്കും അറിയില്ല. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ലോകം ഉപയോഗിക്കുന്ന 12% ബ്ലഡ് ബാഗ് കേരളത്തിലോ എന്നായിരിക്കും നമ്മുടെ അടുത്ത ചോദ്യം. കേരളത്തിലാകാൻ വഴിയില്ല, അത് വെറുതെ നിങ്ങളുടെ ഒരു തള്ളായിരിക്കും എന്നായിരിക്കും അടുത്ത കമൻറ്റ് വരിക. ഇതാണ് നമ്മുടെ ഒരു പ്രചാരണ രീതിയിൽ മാറി. ഇപ്പോൾ ഇപ്പോഴത്തെ സൗകര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലരോട് ചോദിച്ചു, ഈ കമ്പനികൾ, ഞാൻ ഈ പറഞ്ഞ കമ്പനികളൊക്കെ ചോദിച്ചാൽ നിങ്ങളിൽ തന്നെ ആർക്കും അറിയാൻ വഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ എന്തെല്ലാം നിയമങ്ങൾ പുതുതായി കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. എന്നാൽ ഒരു ബസ് ഓടിയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്നു ചോദിച്ചാൽ ബസ്സിൻ്റെ പേര്, ഏതെല്ലാം സ്ഥലത്താണ് പ്രശ്നം ഉണ്ടായത് എന്നതിനെ കുറിച്ച് രാത്രി ചോദിച്ചാലും നമ്മൾ തത്ത പറയുന്ന പോലെ പറയാവുന്നത്ര പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ 28-ൽ നിന്ന് 15-ലേക്ക് എത്തിയപ്പോൾ ഒരു പത്രവും അത് റിപ്പോർട്ട് ചെയ്തില്ല. ചരമക്കോളത്തിന് താഴെ പോലും റിപ്പോർട്ട് ചെയ്തില്ല. IBMൻ്റെ തന്നെ ഈ സെൻറ്റർ ഉദ്ഘാടനം ചെയ്ത് മലയാളത്തിൽ 1ാമത്തെ പത്രത്തിൻ്റെ പ്രാദേശിക വാർത്ത മാത്രമായിരുന്നു. എന്നാൽ എക്കണോമിക് ടൈംസ് രാജ്യത്താകെ വാർത്ത കൊടുത്തു. രാജ്യത്താകെ കൊടുത്തപ്പോൾ മലയാളത്തിൽ 1ാമത്തെ പത്രത്തിൻ്റെ പ്രാദേശിക വാർത്ത മാത്രമായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറാൻ നമുക്ക് നന്നായി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിക്കാം. നിങ്ങളും ചെറുപ്പക്കാർ എന്ന നിലയിൽ അത്തരം കാര്യം നന്നായി കൊണ്ടുപോവുക. ഇപ്പം തന്നെ സ്റ്റാർട്ടപ്പുകളുടെ ഒരു വലിയ ഫെസ്റ്റിവൽ ഇവർ ആലോചിക്കുന്നുണ്ട്. നല്ല ശ്രമങ്ങളാണ്, തുടക്കങ്ങളാണ്. നമുക്കാണ് ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് വില്ലേജ്. നമ്മുടെ കുട്ടികൾ ശരിക്കും ഈ സ്റ്റാർട്ടപ്പ് വില്ലേജിലേക്ക് വെറുതെ ഒരു ടൂർ പോകണം, അല്ലെങ്കിൽ മേക്കർ വില്ലേജിൽ പോകണം. ഇന്ത്യയിലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും നല്ല ഇലക്ട്രോണിക്സ് ഇൻക്യുബേറ്റർ സംവിധാനം എങ്ങനെയാണ്? ആപ്പിളിനുൾപ്പെടെ ചിപ്പ് ഉണ്ടാക്കുന്ന കമ്പനി നമ്മുടെ കളമശ്ശേരിയിൽ തന്നെ SFL, ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ കമ്പനി ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ടൂർ പോകുമ്പോൾ തന്നെ ചെറുപ്പം അത്തരം മേഖലയിലേക്ക് പോകുന്നതും കുറേ കൂടി നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും സർ, ആ ഒരു പോസിറ്റീവ് നെറേറ്റീവ് എന്നുള്ളത് നമുക്ക് ഉയർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല, വ്യക്തിഗതമായി നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്കും അത് പ്രധാനമാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അക്കിത്തത്തിൻ്റെ മറ്റൊരു ഒരു കവിതയുടെ ഒരു ഭാഗം എനിക്ക് ഓർമ്മ വരികയാണ് അത് പറയുമ്പോൾ. ശരിക്കും അമ്മിഞ്ഞപ്പാൽ എന്നുള്ള കവിതയാണെന്നാണ് എൻ്റെ ഓർമ്മ. കർമ്മവ്രതരുടെ രാജ്യം എന്നാണ് അതിൻ്റെ തുടക്കം. കർമ്മവ്രതരുടെ രാജ്യം എൻ്റേത് അപരസുഖം നിജസുഖമാം കർമ്മവ്രതരുടെ രാജ്യം. വളർന്നു ഞാനീ മണ്ണിൽ പുഞ്ചിരി പൊഴിയും ചുണ്ടുകളോടെ. വളർന്നു ഞാനീ മണ്ണിൽ പ്രതിജ്ഞ ചെയ്തിടുന്നു. പൈതൃക മഹിമ പുലർത്തും ഞാൻ പ്രതിജ്ഞ ചെയ്തിടുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരി എന്ന് എനിക്ക് തോന്നുന്നത് വളർന്നു ഞാനീ മണ്ണിൽ പുഞ്ചിരി പൊഴിയും ചുണ്ടുകളോടെ എന്നുള്ളതാണ്. അവിടെ പുഞ്ചിരി എന്നുള്ളത് വെറും ആ ഒരു വാക്കിൻ്റെയോ അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയുടെയോ പ്രതീകം മാത്രമല്ല, മറിച്ച് ഈ പറയുന്നത് പോലെ നമ്മുടേതായിട്ടുള്ള നമുക്ക് ചുറ്റും കാണുന്ന നന്മയെ ഒപ്പിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളതിൻ്റെ ഒരു പ്രതീകം കൂടിയായിട്ടാണ് അമ്മിഞ്ഞപ്പാൽ എന്നുള്ളൊരു കവിതയിൽ അത് പറയുന്നത്. ഇപ്പോൾ പുഞ്ചിരി പൊഴിഞ്ഞുകൊണ്ട് തന്നെ വളർന്നിടുവാൻ ഈ മണ്ണിൽ കർമ്മവ്രതരായ ഒരു രാജ്യത്തിനെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും ആർക്കും തർക്കമില്ലാത്ത ഒരു വിഷയമാണ് എന്ന് ഞാൻ കരുതുകയാണ്. സാറ് പറഞ്ഞു വന്നപ്പോൾ ഇടയ്ക്ക് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പണിയായുധങ്ങളുടെ ലിംഗസമത്വത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഇന്ന് നമ്മൾ AI-യുടെയും റോബോട്ടിക്സിൻ്റെയും ഒക്കെ ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പം സാർ അവിടെ വന്നപ്പോഴും കണ്ടിരുന്നു, നമുക്ക് ശരിക്കും വിഴിഞ്ഞം തുറമുഖം
ഇന്ന് ലോകത്തിന് മുൻപിൽ നമ്മൾ സമർപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു മികവ് എന്നുള്ളത് നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെയും ഓട്ടോമേഷൻ്റെയുമുള്ള ഒരു ഒരു തരം എന്നുള്ളത് കൂടിയാണ്, അതിൻ്റെ ഒരു ഗുണമേന്മ എന്നുള്ളത് കൂടിയാണ്. കാരണം ഭാരതത്തിൽ തന്നെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് സെമി ഓട്ടോമേറ്റഡ് പോർട്ടാണ് വിഴിഞ്ഞത്തിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതും, ഒപ്പം ലോകത്തിലെ ഏത് വൻകിട പോർട്ടുമായും നമുക്ക് മത്സരിക്കാവുന്ന തരത്തിലുള്ള ഒരു ഗുണമേന്മയാണ് നമ്മുടെ ഓട്ടോമേറ്റഡ് ക്രെയിൻസിൽ അവിടെ ഉള്ളത് എന്നുള്ളതുമാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ക്രെയിനിൽ ജോലി ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മുന്നിൽ വരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് വളരെ ഉയർന്ന 100 മീറ്റർ ഉയർന്ന ഒരു ക്രെയിനിൻ്റെ മുകളിൽ അത്രയധികം ഉയരത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും നമുക്ക് വരിക. പക്ഷെ വിഴിഞ്ഞത്ത് വന്നാൽ നമുക്ക് ഒരു ക്രെയിനിലും ഒരു മനുഷ്യനെയും കാണാൻ സാധിക്കില്ല. അപ്പോൾ മനുഷ്യരുടെ ഒരു സുരക്ഷിതത്വം എന്നുള്ളതും തീർച്ചയായിട്ടും വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയാണ് അവിടുത്തെ ഞങ്ങളുടെ കൺട്രോൾ റൂമിലിരുന്ന് ഈ ക്രെയിനുകളെ പൊക്കുകയും താത്തുകയും ഇത്രയും ഭാരമുള്ള കണ്ടെയ്നറുകൾ നമ്മൾ പൊക്കിയെടുത്ത് അതിൻ്റെ സ്ലോട്ടിൽ കൊണ്ടുവെക്കുകയും തിരികെ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ലിംഗസമത്വം അവിടെ വളരെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയധികം സ്ത്രീകളെ നമുക്കവിടെ ഉൾക്കൊള്ളാനും ഈ ഓരോ പ്രവൃത്തിക്കും ഉൾക്കൊള്ളാനും സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ്. ചലച്ചിത്രങ്ങൾ ഇതൊക്കെ പ്രതിഫലിക്കുന്നു എന്ന് പറയുമ്പോഴും എനിക്ക് ഓർമ്മ വന്നത് പണ്ടത്തെ ഒരു എനിക്ക് തോന്നുന്നു 19-ാം നൂറ്റാണ്ടിലെ ഒരു സിനിമയാണ്. ജീവൻ വെക്കുന്ന ഒരു മനപ്പാവ, പിനോക്കിയോ എന്നുള്ള ഒരു മരപ്പാവയുടെ ഒരു ചിത്രം പണ്ട് വളരെ പ്രശസ്തമായിരുന്നു. ഒരുപക്ഷെ ആദ്യമായി റോബോട്ടുകളുടെ ഒരു സ്വപ്നം കണ്ടു തുടങ്ങിയ ഒരു ചലച്ചിത്രം അതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 1987-ലോ 86-ലോ ഉള്ള ഒരു ചിത്രമായിരുന്നു. അതിനു മുൻപ് അരിസ്റ്റോട്ടലിൻ്റെ കാലഘട്ടത്തിൽ പോലും അരിസ്റ്റോട്ടൽ വരെ എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പണിയെടുക്കുവാൻ സാധിക്കുന്ന ഉപകരണങ്ങൾ വന്നാൽ പിന്നെ അടിമകളെ ആവശ്യം വരില്ല എന്നുള്ളത് അന്നത്തെ കാലത്ത് അടിമത്വം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ സ്വപ്നങ്ങൾക്ക് ശരിക്കും ചിറകുകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ സാങ്കേതിക വിദ്യ എന്നുള്ളത്. അപ്പോൾ കേരളം അതേ കാലേ കൂട്ടി കണ്ടുകൊണ്ട് തന്നെ സാർ ഈ സൂചിപ്പിച്ച ഓരോ മേഖലയിലും നമ്മൾ നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും റോബോട്ടിക്സിൻ്റെ കാര്യത്തിലാണെങ്കിലുമൊക്കെ മറ്റ് താരതമ്യം ചെയ്യാൻ പറ്റുന്ന മറ്റു മേഖലകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളൊരു 2 പടി മുന്നോട്ടാണിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊണ്ടുവരുമ്പോഴും സർ ഒരു ചോദ്യം എന്നുള്ളത്, ഇത് സാധാരണ മനുഷ്യനെ എങ്ങനെയാണ് സേവിക്കാൻ പോകുന്നത്? 2, ഒരു പക്ഷേ ഇതെല്ലാം നഗര കേന്ദ്രീകൃതമായി നിൽക്കുമോ ഈ വ്യവസായങ്ങൾ എന്നുള്ള ഒരു സംശയം പലപ്പോഴും കേരളത്തിലെ സാധാരണക്കാരൻ്റെ മധ്യത്തിൽ വരാറുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേകത, കേരളം മൊത്തത്തിൽ നഗരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ് കേരളം. കാരണം നഗരം ഗ്രാമ വ്യത്യാസം ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ പറഞ്ഞത് ശരിയാണ്, നാളെ ടെക്നോളജി ഏത് രൂപത്തിൽ ഇപ്പോൾ അവർ സൂചിപ്പിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. പല മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു വലിയ നോർവീജിയൻ കമ്പനി പോയപ്പോൾ 4 പേരേ ഉള്ളൂ, ബാക്കിയെല്ലാം യന്ത്രങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെ ഭാവി വരുമെന്നിപ്പോൾ പറയാൻ പറ്റില്ല. യന്ത്രങ്ങൾ എല്ലാ ജോലിയും ചെയ്യുകയും നമ്മളിങ്ങനെ ചർച്ച നടത്തി ഭക്ഷണം കഴിച്ച് സിനിമ കണ്ട് കാറ്റേറ്റൊക്കെ മനുഷ്യർക്ക് സുഖമായി ജീവിക്കാൻ കഴിയുന്ന, എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു കാലത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ സന്തോഷകരമായിരിക്കും. മനുഷ്യർ ജോലിയൊന്നും ചെയ്യുന്നില്ല, യന്ത്രങ്ങൾ ജോലി ചെയ്യുന്നു. നമ്മൾ സിനിമ കാണുന്നു, ചർച്ചകളിൽ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നു, കാറ്റുകൊള്ളുന്നു, നടക്കാൻ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. നമുക്ക് കിട്ടുന്നെങ്കിൽ കുഴപ്പമില്ല. അതല്ല, യന്ത്രങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മുഴുവൻ കൈയടക്കുകയും ബാക്കി എല്ലാ ആളുകളും ദരിദ്രരായി മാറുകയുമാണ് ചെയ്യുന്നതെങ്കിൽ അത് വല്ലാത്ത പ്രശ്നത്തിലേക്ക് വരും. യന്ത്രങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ മനുഷ്യൻ പിന്നെ എങ്ങനെ വാങ്ങിക്കും സാധനങ്ങൾ? വാങ്ങിക്കാൻ പണം വേണമല്ലോ. അപ്പോൾ പുതിയ പുതിയ വൈരുദ്ധ്യങ്ങൾ വരും. ഇത് പുതിയ ദാർശനിക പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ സാധ്യതകളുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം, നമ്മുടെ സമയം കഴിയാറായിട്ട് അധികം ഞാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ചാറ്റ് ജിപിയോട് ചോദിച്ചാൽ മതി, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? അപ്പോൾ ചാറ്റ് ജിപിടി നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾ ആരാണ് എന്നുള്ളത് പറഞ്ഞു തരും. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ വരെ നിങ്ങളുടെ സെർച്ച് എഞ്ചിനുകൾ മുഴുവൻ നോക്കി നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങൾ ഓഫിലാണോ വാങ്ങിക്കുന്നത്, നിങ്ങൾ ബ്രാൻഡിലാണോ വാങ്ങിക്കുന്നത്, നിങ്ങൾ മാളിലാണോ നിൽക്കുന്നത്, നിങ്ങൾ പാർക്കിലാണോ നിൽക്കുന്നത്, എല്ലാ ഡാറ്റ ഉണ്ട് അവർക്ക് അടുത്ത്.
അപ്പം നമ്മൾ വിചാരിക്കും അത് ശരിയാണ്, ഞാൻ തന്നെയാണല്ലോ ഇതെന്ന്. ഈ ചാറ്റ് GPT വായിക്കുമ്പോഴായിരിക്കും ഇങ്ങനൊരു രീതി എനിക്കുണ്ടല്ലോ. നിങ്ങൾ എന്തൊക്കെ സെർച്ച് ചെയ്തു, നിങ്ങൾ എന്തൊക്കെ നോക്കി, നിങ്ങൾ എന്തൊക്കെ ചാറ്റ് ചെയ്തു, നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയായിരുന്നു, നിങ്ങളുടെ ഡിജിറ്റലായിട്ടുള്ള പർച്ചേസിങ് എന്തായിരുന്നു, സ്വിഗ്ഗിയിൽ നിന്ന് നിങ്ങൾ എന്താ വാങ്ങിക്കുന്നത്, വെജാണോ നോൺ വെജാണോ, വാങ്ങിക്കുമ്പോൾ ജങ്ക് ഫുഡാണോ അല്ലാത്ത ഫുഡാണോ, അതോ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു ആപ്പിൾ വാങ്ങിക്കുന്നുണ്ടോ 1 കിലോ ആപ്പിൾ വാങ്ങിക്കുന്നുണ്ടോ, ഇതെല്ലാം വെച്ചിട്ടായിരിക്കും വളരെ പെട്ടെന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങളെക്കുറിച്ച് അവൻ പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിവരങ്ങൾ ശേഖരിച്ചിട്ട് നമ്മൾ നിഗമനങ്ങളിലേക്ക് എത്തണം. ടൂൾസ് ആയിരുന്നു, ഇപ്പോൾ ടൂൾസ് മാറി, ഏജൻസായി. നേരത്തെ പ്രോഗ്രാം എഴുതാൻ നമ്മൾക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടറല്ലേ, ഞാൻ എഴുതിയ പ്രോഗ്രാമിലല്ലേ നീ ഓടുള്ളൂ. ഇപ്പോൾ പ്രോഗ്രാം എഴുതാണ് ജെൻ AI. അവൻ തന്നെ പ്രോഗ്രാം എഴുതാൻ തുടങ്ങി, നമ്മുടെ ആവശ്യമില്ല പ്രോഗ്രാം എഴുതാനായിട്ട്. റോബോട്ട് ഇപ്പോൾ റോബോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. നേരത്തെ നമുക്കൊരു അഹങ്കാരമായിരുന്നു, ഞങ്ങൾ ഉണ്ടാക്കിയാലേ നീ പ്രവർത്തിക്കുള്ളൂ. അപ്പം അങ്ങനെ സാങ്കേതികവിദ്യയുടെ വലിയ മാറ്റം, പുതിയ വെല്ലുവിളികൾ എല്ലാ മേഖലയിലും ഉയർത്തുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നമുക്കിപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വ്യവസായ പ്രദർശനം 1905 കൊല്ലത്ത് വ്യവസായ ഉടയത്തിണ്ടെന്ന് പറയാണ്. കൊല്ലത്ത് ശ്രീനാരായണ ഗുരു നമ്മുടെ SNDPയുടെ 2ാമത്തെ സമ്മേളനത്തിൽ കൊല്ലത്താണ് കേരളത്തിൽ അന്ന് വ്യവസായ പ്രദർശനം നടന്നു. പിന്നെ കണ്ണൂർ SNDP സമ്മേളനത്തിൽ വ്യവസായ പ്രദർശനം നടന്നു. അപ്പുറത്ത് ചെറായിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സുപ്രസിദ്ധമായ പ്രസംഗം. ഇനി നമുക്ക് വേണ്ടത് വ്യവസായങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പ്രസംഗത്തിൻ്റെ ഭാഗം ഹൃദയത്തിലേറ്റുക, എല്ലാവരും സംരംഭകരായി മാറുക. ആ സന്ദേശം മുന്നോട്ട് പോകാൻ ഈ സംവാദവും സഹായകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. സർ, അത് സൂചിപ്പിച്ചപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നു. ഈ ഇടയ്ക്ക് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ട ഒരു വൈറൽ വീഡിയോ ആയിരുന്നു. AI കുറിച്ച് പറഞ്ഞപ്പോൾ, ചാറ്റ് GPT കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ ഒരു വിദേശ വനിത കുറിച്ച് ഒരു വീഡിയോ ആയിരുന്നു. ഈ ചാറ്റ് GPTയും AIയും എല്ലാം എനിക്ക് essay എഴുതി തരുന്നുണ്ട്, എനിക്ക് വേണ്ടി ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നുണ്ട്, എൻ്റെ തീസിസ് വരെ എഴുതി തരുന്നുണ്ട്. പക്ഷേ ഈ സമയമല്ല ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി പാത്രം കഴുകാനും തുണി നനയ്ക്കാനും വീട് വൃത്തിയാക്കാനും കിടന്നുറങ്ങാനും ഒക്കെയുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നായിരുന്നു ചാറ്റ് GPTയുടെ മറുപടി. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് പറയാനുള്ളത് അവർക്ക് ഈ സാങ്കേതിക വിദ്യയും AIയും റോബോട്ടിക്സും എല്ലാം ഈ പറയുന്ന വീട്ടിലെ വസ്ത്രം കഴുകാനും തുണി നനയ്ക്കാനും പാത്രം കഴുകാനും ഒക്കെയുള്ള ജോലികൾ നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് എൻ്റെ സർഗശേഷി ഉപയോഗിച്ചുകൊണ്ട് ഈ essay എഴുതാനും എൻ്റെ തീസിസ് ചെയ്യാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടത്. അപ്പോൾ സാങ്കേതിക വിദ്യ അങ്ങനെ വേണം നമ്മൾ വഴിതിരിച്ചു വിടാൻ എന്നുള്ള ഒരാശയമായിരുന്നു. അത് ഞാനിവിടെ പറയുവാനുള്ള ഒരു കാരണം, കേരളം സാറും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കുള്ള പരിമിതികൾക്കുള്ളിൽ, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾക്കുള്ളിൽ നമുക്കിപ്പോൾ നമ്മുടെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിൻ്റെ ഒരു ഡിക്ലറേഷൻ, ഒരു നോട്ടിഫിക്കേഷനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 1/3 ഈ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസിൽ വന്നു കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ അവിടെ നമുക്ക് തൊടാനാകില്ല എന്നുള്ളതാണ്. മറ്റൊരു ഭാഗം മൊത്തം നമ്മുടെ തീരദേശ പ്രദേശമാണ്. അവിടെ നമുക്ക് കോസ്റ്റൽ റെഗുലേറ്ററി സോൺ ഓൾറെഡി ഉണ്ട്. ഇതിൻ്റെയും ഉള്ളിലുള്ള ഇത്രയും മനുഷ്യരുടെ ഇടയിൽ ഇത്രയധികം ജനസാന്ദ്രത, ഇപ്പോൾ കണക്കുകൾ പ്രകാരം തന്നെ 865 നമ്മുടെ ജനസാന്ദ്രത. ഇത്രയും ജനസാന്ദ്രതയ്ക്കിടയിലാണ് ഇത്രയധികം വ്യവസായങ്ങളുടെയും സംരംഭങ്ങളുടെയും കാര്യം നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ സാധ്യതകൾ ഏറ്റവും കാര്യക്ഷമതയോടുകൂടി നമ്മൾ വിനിയോഗിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത കേരള മോഡൽ വികസനം എന്നുള്ളത്, ഇവിടെ എത്രയധികം സാഹിത്യകാരന്മാരും കലാകാരികളാണോ കലാകാരനാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിനും ഒരു വാക്കൊന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇത്രയും കലാകാരുമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് എൻ്റെ ഒരു അഭ്യർത്ഥന എന്നുള്ളത് നമ്മുടെ സർഗാത്മിക വ്യവസായം എന്നുള്ളത്, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി എന്നുള്ളതാണ് കേരളത്തിൻ്റെ അടുത്ത നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നുള്ളത്. നമ്മളിപ്പോൾ നമ്മുടെ സർഗശേഷിയുള്ള വ്യക്തികളും കലാകാരെയും എല്ലാം ഒരു പരിപാടി അവതരിപ്പിക്കുക എന്നുള്ളതിലുപരിയായി അതിൻ്റെ പിന്നിലുള്ള ഒരു അധ്വാനമായാലും അതിൻ്റെ പിന്നിലുള്ള വ്യവസായമാണെങ്കിലും അതിനെ പൂർണ്ണമായി നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ അടുത്ത നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി പോലെ, നമ്മുടെ ടൂറിസം പോലെ, സർവീസ് സെക്ടർ പോലെ അടുത്ത നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രി എന്നുള്ള ഒരു സെക്ടറിലേക്കും കൂടി നമ്മൾ കടക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്കിവിടെ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വെക്കാനുള്ളത്. സർ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളൊന്നും സ്ത്രീകളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി. അതിന് ആ കാര്യത്തിൽ എനിക്കുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സർക്കാരിൻ്റെ പ്രസിദ്ധീകരണങ്ങളിലും പത്രങ്ങളിലും വരുന്നത് ഒഴികെ മറ്റേതെങ്കിലും തരത്തിൽ സ്ത്രീകളിലേക്ക് എത്തിക്കാനുമുള്ള മാർഗം കൂടി സർക്കാർ നടപ്പിലാക്കണമെന്നുള്ളതാണ്. എൻ്റെ പേര് ബേബി മാധവൻ,
ഞാൻ അങ്ങനെയല്ലായിട്ടും പറഞ്ഞു, സ്ത്രീകളുടെ പൊതുവെ അത്തരം കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മളിത് പോസിറ്റീവായി പറയുമ്പോൾ ചിലർ പറയില്ല കേരളത്തിൽ നിന്ന് എന്തുള്ളത്, നമ്മൾ പറഞ്ഞ് കേരളത്തിൽ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ എല്ലാവരും പറയും കൊച്ചു കേരളം. ശരിക്കും കേരളം ഭൂമിശാസ്ത്രത്തിലും ജനസംഖ്യയിലും മാത്രമാണ് കൊച്ചായിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും നമ്മൾ വലിയ കേരളമാണ്. വിദ്യാഭ്യാസം നോക്കൂ, നമ്മൾ വലിയ കേരളമാണ്. കേരളത്തിലെങ്ങാനും ജനിച്ചാൽ 8 കൊല്ലെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ജീവിക്കാം. ലൈഫ് എക്സ്പെക്റ്റൻസി കേരളമാണ്, ആരോഗ്യം കേരളമാണ്. ഏത് നോക്കിക്കഴിഞ്ഞാൽ കേരളം ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ നോക്കിയെങ്കിൽ ഇപ്പോൾ ഫോർട്ട് കൊച്ചി ടൂറിസം പ്ലേസ് ആയിരുന്നു ഞാൻ പറയാണ്. നമ്മളാകെ 1.16% സ്ഥലമുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സ്റ്റേറ്റ് കേരളമാണ്. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മഹാരാഷ്ട്ര 2ാം സ്ഥാനത്താണ്. കേരളത്തിൽ ഇപ്പോൾ 51 5 സ്റ്റാർ ഹോട്ടലുണ്ട്, മഹാരാഷ്ട്രയിൽ 35 ഉള്ളൂ. അപ്പോൾ ഏതെടുത്താലും നമ്മൾ വലുതാണ്. ഇപ്പം നമ്മുടെ GDP ചിലവർ നിങ്ങൾ GDP തമിഴ്നാട് നോക്കി 8% ഇന്ത്യക്ക് കൊടുക്കുന്നു, ബാക്കിയുള്ളത് 9 കൊടുക്കുന്നു, നിങ്ങൾ 4 നമ്മൾ ഈ 1.16% സ്ഥലത്തു നിന്നും 2.8% ജനങ്ങൾ ഇപ്പോൾ ഇവിടെ ദിവ്യാസയിൽ പറഞ്ഞ എല്ലാ അവിടുത്തെ CRS ഇപ്പുറത്ത് വെറ്റ്ലാൻഡ് വന്യമൃഗങ്ങളാണ്, ഇനിയും സ്ഥലം വേണമെന്ന് പറഞ്ഞ് വരുന്നു, ഫോറസ്റ്റ് ഏരിയ കൂടുതൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ 4% ഇന്ത്യൻ GDPക്ക് സംഭാവന ചെയ്യുന്നത്. ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയുടെ മൊത്തം ടേൺ ഓവറിൻ്റെ 24% സംഭാവന ചെയ്യുന്നത് കേരളമാണ്. ആ കേരളം കൊച്ചു കേരളമാണ്. എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ വലിയ കേരളമാണ്. പ്രസംഗിച്ച് നമ്മളെല്ലാവരും ചേർന്ന് കേരളത്തെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാനിപ്പിച്ച് ഇത് നമ്മൾ വലിയ കേരളമാണ്. ഭൂമിശാസ്ത്രം നമ്മൾ വിചാരിച്ചാൽ എത്ര വലിച്ചു നീട്ടിയാലും നീളില്ല. ജനസംഖ്യ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ സ്ഥലത്ത് ഡെൻസിറ്റി കൂടുതലാണ്, പക്ഷേ 2.8%. ഇനി നമ്മൾ അതും അത്രയേ ഉള്ളൂ നമുക്ക്. അത് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് അവതരിപ്പിക്കേണ്ടത്. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു.